സെന്റ് പീറ്റേഴ്സ് കോളേജിലെ കോളേജ് ഡേ പ്രോഗ്രാമിന്റെ പരിപാടിയിൽ നിന്ന് ജാസി ഗിഫ്റ്റ് പിണങ്ങി ഇറങ്ങിപ്പോയി. സംഭവം എന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? കണ്ടു നോക്കും. കോലഞ്ചേരി സെന്റ് പീറ്റേഴ്സ് കോളേജിലെ പരിപാടിക്കിടയിൽ ജാസി ഗിഫ്റ്റ് ചെയ്യുന്ന മൈക്ക് തട്ടിപ്പറിച്ചുകൊണ്ട് പോകുന്ന പ്രിൻസിപ്പാള്. എന്തൊരവസ്ഥയാണ്! ഇന്നലെ ആയിരുന്നു ആ കോളേജ് ഡേ നടക്കുന്നത്. അവിടെ അതിഥിയായിട്ട് ക്ഷണിച്ചിരുന്നത് നമ്മുടെ ജാസി ഗിഫ്റ്റിനെ ആയിരുന്നു. ജാസി ഗിഫ്റ്റ് അന്നക്കിളി നീ എന്തിന് വർണ്ണക്കണ വേറി വന്നു എന്നുള്ള അദ്ദേഹത്തിന്റെ ഏറ്റവും ഫേവറായിട്ടുള്ള സോങ് പാടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് പ്രിൻസിപ്പാൾ മൈക്ക് തട്ടിപ്പറിച്ചുകൊണ്ട് പോയത്. നമുക്ക് എന്തായാലും ആ ഒരു വിഷ്വലും കാര്യങ്ങളും നമുക്ക് ഈ സൈഡിൽ നിന്ന് പ്ലേ ചെയ്യാം. നിങ്ങൾ കണ്ടു. ഇവിടെ ഒരു പെയ്ഡ് പെർഫോമൻസ് പാടില്ലെന്നുള്ള ഓർഡർ ഉണ്ട്. ജാസി ഗിഫ്റ്റ് സാർ മാത്രമേ ഇവിടെ പാടുള്ളൂ എന്നുള്ള ഈ ഉറപ്പിലാണ് പിള്ളേർക്ക് ഞാൻ റെക്കോർഡ് കൊടുക്കുന്നത്. അത് പിള്ളേർ ലംഘിച്ചു. കോളേജിലെ ഇവിടെ നിൽക്കണോ വേണ്ട. കോളേജ് ഡേയിലെ പരിപാടിയിലെ മുഖ്യ അതിഥിയായിരുന്നു ജാസി ഗിഫ്റ്റ്. അതിൻ്റെ വിദ്യാർത്ഥികൾ ക്ഷണിച്ചത് പ്രകാരമാണ് അദ്ദേഹം അവിടെ എത്തിയതും വിദ്യാർത്ഥികളുടെ അഭ്യർത്ഥന പ്രകാരം ഒരു പാട്ട് പാടാൻ തയ്യാറെടുത്തതും. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഹിറ്റ് പാട്ടായ ആ പാട്ട് അവിടെ പാടിക്കൊണ്ടിരുന്നപ്പോൾ പ്രിൻസിപ്പൽ വേദിയിലേക്ക് കയറി വരികയും അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് മൈക്ക് തട്ടിപ്പറിക്കുകയും ചെയ്ത് അതിനുശേഷം ജാസി ഗിഫ്റ്റ് മാത്രം പാടിയാൽ മതി, കൂടെ വന്ന ആളെ പാടാൻ അനുവദിക്കില്ല. അപ്പൊ കണ്ടില്ലേ, ഇതാണ് സംഭവം. ഇന്നലെ ആ കോളേജിലെ കോളേജ് ഡേ ആയിരുന്നു. അവിടെ വിശിഷ്ട അതിഥിയായിട്ട് ക്ഷണിച്ച് വന്ന ഒരാളാണ് നമ്മുടെ ജാസി ഗിഫ്റ്റ്. കാരണം ജാസി ഗിഫ്റ്റ് ഈ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ്, ജാസി ഗിഫ്റ്റിന്റെ കൂടുതലുള്ള ആളും കൂടെ പാടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പ്രിൻസിപ്പാൾ പെട്ടെന്ന് എന്താണ് അപ്രതീക്ഷിതമായിട്ട് വന്നിട്ട് ജാസി ഗിഫ്റ്റിൽ നിന്ന് മൈക്ക് തട്ടിപ്പറിച്ചിട്ട് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഇവിടെ അതിഥിയായിട്ട് ക്ഷണിച്ചിരിക്കുന്ന ജാസി ഗിഫ്റ്റിനെയാണ്. ജാസി ഗിഫ്റ്റിന്റെ കൂടെയുള്ള ആൾ പാടാൻ പറ്റത്തില്ല എന്നും പറഞ്ഞ് ജാസി ഗിഫ്റ്റിൽ നിന്ന് മൈക്ക് തട്ടിപ്പറിക്കുന്ന രംഗമാണ്. ആ ഒരു രംഗവും അതാണ് ഇവിടെ സംഭവിച്ചത്. ശരിക്കും പറഞ്ഞാൽ ജാസി ഗിഫ്റ്റ് ആ സമയത്ത് ഷോക്കായി പോയെന്നാണ് ജാസി ഗിഫ്റ്റ് പറഞ്ഞത്. എന്നെ പല കോളേജുകളിലും പല പ്രോഗ്രാമിനും പലയിടത്തും ക്ഷണിച്ചിട്ടുണ്ട്, പക്ഷെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഇത്രയും ഒരു ദുരനുഭവം വേറെ എങ്ങൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ ഭയങ്കര ഷോക്കിലാണ് എന്നാണ് ജാസി ഗിഫ്റ്റ് പറയുന്നത്. ഇപ്പോൾ ആ ഒരു കോളേജിലാണ് നിങ്ങൾ കണ്ടില്ല. ഇവിടെ ഞാൻ പ്ലേ ചെയ്യാം. പ്രതിഷേധങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കോളേജിൽ ക്ഷണിച്ച ഒരാളെ ഇൻസൾട്ട് ചെയ്തതിന്റെ പേരിൽ അവിടുത്തെ കോളേജ് വിദ്യാർത്ഥികളെല്ലാം ഇപ്പോൾ ഭയങ്കര രീതിയിൽ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രിൻസിപ്പാൾ പറയുന്ന കാരണം മറ്റൊന്നുമല്ല. പ്രിൻസിപ്പാൾ പറഞ്ഞത് ഇവിടെ അതിഥിയായിട്ട് ക്ഷണിച്ചത് ജാസി ഗിഫ്റ്റിനെയാണ്. ജാസി ഗിഫ്റ്റ് മാത്രമേ ഇവിടെ പാടാൻ പറ്റത്തുള്ളൂ. ജാസി ഗിഫ്റ്റിന്റെ കൂടെ വന്ന ആൾക്ക് ഇവിടെ പാടാൻ പറ്റത്തില്ല. അതിന്റെ പേരിലാണ് ഞാൻ സ്റ്റേജിൽ കയറിയിട്ട് ജാസി ഗിഫ്റ്റിന്റെ നിന്ന് മൈക്ക് തട്ടിപ്പറിച്ചെന്നാണ് പറയാനുള്ളത്. നമുക്കൊരു കാര്യം അറിയാം, എന്ത് കാരണം കൊണ്ടായാലും അദ്ദേഹം ആ ഒരു പാട്ട് പാടി തീരുമ്പോൾ ജാസി ഗിഫ്റ്റിന്റെ അടുത്ത് വേണമെന്നുണ്ടെങ്കിൽ പേഴ്സണലായിട്ട് വിളിച്ച് മാറ്റിയെടുത്ത് പറയാം, സാറേ ഇതേ കൂട്ട് കോളേജിൽ വിഷയം നടക്കാനുള്ള ചാൻസ് കൂടുതലാണ്, അതിന്റെ പേരിൽ സാറ് മാത്രമേ ഇവിടെ പാടാവുള്ളൂ എന്ന് വേണമെന്നുണ്ടെങ്കിൽ ആ പ്രിൻസിപ്പാളിന് മാറ്റി നിർത്തിയിട്ട് അല്ലെങ്കിൽ ആ ഒരു പാട്ട് പാടി തീർന്നതിന് ശേഷം ജാസി ഗിഫ്റ്റിനോട് പറയാം. അതൊരു മര്യാദയാണ്. അല്ലാതെ ഒരാൾ സ്റ്റേജിൽ പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ സ്റ്റേജിൽ ചെന്ന് കയറിയിട്ട് ആ മൈക്ക് തട്ടിപ്പറിച്ചുകൊണ്ട് പോകാന്ന് പറഞ്ഞാൽ എന്തൊരവസ്ഥയാണ്. ശരിക്കും പറഞ്ഞാൽ കേൾവില്ലാത്ത എന്തൊരു പ്രിൻസിപ്പാളാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാര്യം എത്രത്തോളം കാര്യവിവരമില്ലാത്തൊരു പ്രിൻസിപ്പാളാണ് ആ കോളേജിലെ പിള്ളേരെ നയിച്ചോണ്ട് പോകുന്നത്. എന്തൊരവസ്ഥയാണ്. കാര്യം ഒരാൾക്ക് ഇതേപോലുള്ള ഇൻസൾട്ടിങ് ഉണ്ടാവില്ല. കാര്യം പ്രത്യേകിച്ച് ജാസി ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, മലയാള സിനിമയിൽ അതേപോലെ പല തമിഴ് ഇൻഡസ്ട്രി അങ്ങനെ പല സ്ഥലത്തും സിംഗർ അതേപോലെ സംഗീത സംവിധാനമായിട്ടൊക്കെ നിൽക്കുന്ന നല്ലൊരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ് ഈ ജാസി ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ. അദ്ദേഹത്തെ ക്ഷണിച്ചിട്ടാണ് അദ്ദേഹം അവിടെ വന്നത്. എന്നിട്ട് ആ കോളേജിലെ പ്രിൻസിപ്പാൾ തന്നെ വന്നിട്ട് അദ്ദേഹത്തിന്റെ മൈക്ക് തട്ടിപ്പറിച്ചുകൊണ്ട് പോകാനുള്ള അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കിയേ. ആ പ്രിൻസിപ്പാൾ എന്തിനു പ്രിൻസിപ്പാളാണ് ഞാൻ ചിന്തിച്ചു പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും അംഗീകരിക്കാൻ പറ്റത്തില്ല. കാര്യം ഇനി എത്രത്തോളം വലിയ പ്രിൻസിപ്പാളെന്ന് പറഞ്ഞാലും ഇങ്ങനെ സ്റ്റേജിലൊക്കെ കയറി ക്ഷണിച്ച ഒരാളുടെ കയ്യിൽ നിന്നൊക്കെ മൈക്ക് തട്ടിപ്പറിച്ചുകൊണ്ട് പോകുമ്പോൾ അദ്ദേഹത്തിന് ഉണ്ടാകുന്ന ഒരു ഇൻസൾട്ടിങ് ഉണ്ട്. കാര്യം അത്രത്തോളം പ്രേക്ഷകർ ആ ഒരു സ്റ്റേജിന് പുറത്തിരുന്ന് ഈ പരിപാടി വീശുകൊണ്ടിരിക്കുകയാണ്. എന്തൊരവസ്ഥയാണ്, എന്തൊരു പ്രിൻസിപ്പാളാണ്. ശരിക്കും പറഞ്ഞാൽ കണ്ടിട്ട് തന്നെ നമുക്ക് തന്നെ ചിരി വന്നു. കാര്യം അത്രത്തോളം ബുദ്ധി വിവരമൊന്നും ഇല്ലാത്തൊരു പ്രിൻസിപ്പാളാണോ ഈ കോളേജിലെ പിള്ളേരെയൊക്കെ ഇങ്ങനെ നയിക്കുന്നതെന്നാണ് ഞാൻ ചിന്തിച്ചു പോകുന്നത്. അവസ്ഥ പറഞ്ഞിട്ട് കാര്യമില്ല, അങ്ങനെയാണ്. ചിലയിടത്തെന്ന് വെച്ചാൽ ഞാനാണ് വലിയ ആണെന്ന് കാണിക്കാൻ വേണ്ടി പല പല കാര്യങ്ങളും കാണിക്കും. അതിൽ കാണിച്ച ഒരു പരിപാടിയാണെന്ന് തോന്നി പ്രിൻസിപ്പാൾ, അല്ലാതെ വേറെ ഒന്നും അല്ല സംഭവം. എന്തായാലും ജാസി ഗിഫ്റ്റ് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇതേ കൂടുതൽ ഇൻസൾട്ടിങ് എങ്ങൊന്നും ഉണ്ടായിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഷോക്കിലാണ്. എന്ത് ചെയ്യണമെന്ന് അറിയാതെ പകച്ചു പോയെന്നൊക്കെയാണ് ജാസി ഗിഫ്റ്റ് പറയുന്നത്. ഒരാൾക്കും ഇങ്ങനെ ഇൻസൾട്ടിങ് ഉണ്ടാകാതിരിക്കട്ടെ. എന്തായാലും ആ കോളേജിലെ കാര്യം എന്താവെന്ന് കണ്ടറിയാം. കാര്യം അവിടെ വലിയ പ്രതിഷേധങ്ങളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും പറയാം. സൈനിങ് ഓഫ് നൗ സ്റ്റോക്സ്. ഗുഡ് ബൈ.